ഓം ശാന്തി. 22/9/24 പ്രഭാതമുരളി. അവ്യക്ത ബാബ്ദാദ. റിവൈസ് 18/1/2002 മധുബൻ. സ്നേഹത്തിന്റെ ശക്തിയിലൂടെ സമർത്ഥമാകൂ. സർവ ആത്മാക്കൾക്കും സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. ഇന്ന് സമർത്ഥനായ ബാബ തന്റെ സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപമായ കുട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് വിശേഷിച്ച് 4 ഭാഗത്തുമുള്ള കുട്ടികളിൽ സ്നേഹത്തിൻ്റെ അലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷിച്ച് ബ്രഹ്മ ബാബയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ ലയിച്ചിരിക്കുകയാണ്. ഈ സ്നേഹം ഓരോ കുട്ടിയുടെയും ഈ ജീവിതത്തിലെ വരദാനമാണ്. പരമാത്മാ സ്നേഹം തന്നെയാണ് നിങ്ങൾക്കേവർക്കും പുതിയ ജീവിതം നൽകിയത്. ഓരോ കുട്ടിയെയും സ്നേഹത്തിൻ്റെ ശക്തി തന്നെയാണ് ബാബയുടേതാക്കിയത്. ഈ സ്നേഹത്തിൻ്റെ ശക്തി എല്ലാം സഹജമാക്കി മാറ്റുന്നു. എപ്പോഴാണോ സ്നേഹത്തിൽ ലയിച്ചു ചേരുന്നത്, അപ്പോൾ ഏതൊരു പരിതസ്ഥിതിയും സഹജമായി അനുഭവപ്പെടുന്നു. ബാബ്ദാദയും പറയുന്നു, സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കൂ. സ്നേഹം ഛത്രഛായയാണ്. ആ ഛത്രഛായയ്ക്കുള്ളിൽ മായയുടെ ഏതെങ്കിലും നിഴൽ പോലും പതിക്കുക സാധ്യമല്ല. സഹജമായി മായാജീത്തായി മാറുന്നു. ആരാണോ നിരന്തരം സ്നേഹത്തിലിരിക്കുന്നത്, അവർക്ക് ഒരു കാര്യത്തിൻ്റെയും പ്രയത്നം ചെയ്യേണ്ടി വരുന്നില്ല. സ്നേഹം സഹജമായി ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നു. സ്നേഹത്തിന് പിന്നാലെ എന്തും സമർപ്പിക്കുന്നത് സഹജമാകുന്നു. അപ്പോൾ ഇന്നും അമൃതവേള മുതൽ ഓരോ കുട്ടിയും ബാബയെ സ്നേഹത്തിൻ്റെ മാല ചാർത്തി, ബാബയും സ്നേഹി കുട്ടികളെ സ്നേഹത്തിൻ്റെ മാല ചാർത്തി. ഏതുപോലെ ഈ വിശേഷ സ്മൃതി ദിവസത്തിൽ, അതായത് സ്നേഹത്തിൻ്റെ ദിവസത്തിൽ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്നുവോ, അതേപോലെ തന്നെ സദാ അലിഞ്ഞിരിക്കൂ. അപ്പോൾ പ്രയത്നിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നില്ല. ഒന്നാണ് സ്നേഹത്തിൻ്റെ സാഗരത്തിൽ അലിയുക, മറ്റൊന്നാണ് സ്നേഹത്തിൻ്റെ സാഗരത്തിൽ അല്പസമയത്തേക്ക് മുങ്ങുക. പല കുട്ടികളും അലിഞ്ഞിരിക്കുന്നില്ല, വേഗം പുറത്തേക്ക് വരുന്നു. അതിനാൽ സഹജമായത് പ്രയാസമായി മാറുന്നു. അപ്പോൾ അലിയുവാൻ അറിയാമോ? അലിയുന്നതിൽ തന്നെയാണ് രസമുള്ളത്. ബ്രഹ്മ ബാബ സദാ ബാബയുടെ സ്നേഹം ഹൃദയത്തിൽ ലയിപ്പിച്ചു. ഇതിൻ്റെ സ്മാരകം കൽക്കട്ടയിൽ കാണിച്ചിരിക്കുകയാണ്. ഗംഗ സാഗരത്തിലേക്ക് ഒഴുകുന്നു. ഇപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്: സമാനമാവുക എന്ന ബാബയോടുള്ള സ്നേഹത്തിൻ്റെ തെളിവ് കാണിക്കൂ. സദാ സങ്കല്പത്തിൽ സമർത്ഥമാകണം. ഇപ്പോൾ വ്യർത്ഥത്തിൻ്റെ സമാപ്തിയുടെ ചടങ്ങ് ആഘോഷിക്കൂ. കാരണം വ്യർത്ഥം സമർത്ഥമാകാൻ അനുവദിക്കില്ല. താങ്കൾ നിമിത്തമായ കുട്ടികൾ സദാ സമർത്ഥമായിട്ടില്ലാത്തതുവരെയും വിശ്വത്തിലെ ആത്മാക്കൾക്ക് സമൃദ്ധി, അതായത് ശക്തി എങ്ങനെ നേടിക്കൊടുക്കും? സർവ ആത്മാക്കളും ശക്തികളില്ലാതെ തീർത്തും ശൂന്യമാണ്. ശക്തികളുടെ യാചകർ ആയിരിക്കുകയാണ്. ഹേ സമർത്ഥ ആത്മാക്കളെ, ഇങ്ങനെയുള്ള യാചകരായ ആത്മാക്കളെ ഈ യാചനയിൽ നിന്നും മുക്തമാക്കൂ. ആത്മാക്കൾ സമർത്ഥ ആത്മാക്കളായ താങ്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ മുക്തിദാതാവിൻ്റെ കുട്ടികളായ മാസ്റ്റർ മുക്തിദാതാവേ, നമുക്ക് മുക്തി നൽകൂ. ഈ ശബ്ദം താങ്കളുടെ കാതുകളിൽ പതിക്കുന്നുണ്ടോ? കേൾക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ വരെയും സ്വയം തന്നെ മുക്തമാക്കുന്നതിൽ തന്നെ ബിസിയാണോ? വിശ്വത്തിലെ ആത്മാക്കൾ പരിധിയില്ലാത്ത സ്വരൂപത്തിലൂടെ മാസ്റ്റർ മുക്തിദാതാവാകുന്നതിലൂടെ സ്വയം തൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും സ്വതവേ തന്നെ മുക്തമാകും. ഇപ്പോൾ ആത്മാക്കളുടെ വിളി കേൾക്കേണ്ട സമയമാണ്. വിളി കേൾക്കാൻ കഴിയുന്നുണ്ടോ അതോ കഴിയുന്നില്ലേ?
വിശ്രമിക്കുന്ന ആത്മാക്കൾക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അഞ്ജലി നൽകൂ. ഇതുതന്നെയാണ് ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യുക എന്നത്. ഇന്ന് വിശേഷിച്ച് ബ്രഹ്മ ബാബയെ കൂടുതൽ ഓർമ്മിച്ചുവല്ലോ. ബ്രഹ്മ ബാബയും എല്ലാ കുട്ടികളെയും സ്മൃതിയോടെയും സമൃദ്ധി സ്വരൂപത്തോടെയും ഓർമ്മിച്ചു. ചില കുട്ടികൾ ബ്രഹ്മ ബാബയുമായി ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ മധുരമായ പരാതിയും നൽകി. താങ്കൾ ഇത്രയും വേഗം എന്തുകൊണ്ട് പോയി? മറ്റുള്ളവർ നൽകിയ പരാതി ഇതാണ്: നമ്മളെല്ലാ കുട്ടികളോടും അനുവാദം വാങ്ങി എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ ബ്രഹ്മബാബ പറഞ്ഞു, ഞാനും ശിവ് ബാബയോട് ചോദിച്ചു, എന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് വിളിച്ചു? അപ്പോൾ ബാബ പറഞ്ഞു, അഥവാ അനുവാദം വാങ്ങിയിട്ട് വരൂ എന്ന് താങ്കളോട് പറഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾക്ക് കുട്ടികളെ ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് താങ്കളെ വിടാൻ സാധിക്കുമായിരുന്നോ? അർജുനനായ താങ്കളുടെ സ്മാരകം ഇതാണ്. അന്തിമത്തിൽ നഷ്ടോ മോഹ സ്മൃതി സ്വരൂപമായി തന്നെ ഇരുന്നു. അപ്പോൾ ബ്രഹ്മ ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഒരത്ഭുതമായിരുന്നു. പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് കുട്ടികളും മനസ്സിലാക്കിയില്ല. പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കിയില്ല. മുന്നിലുണ്ടായിരിക്കുമ്പോഴും രണ്ട് ഭാഗത്തുള്ളവരും നിശബ്ദമായിരുന്നു. കാരണം സമയമനുസരിച്ച് സൺ ഷോസ് ഫാദറിൻ്റെ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് പറയുന്നത് ആഹാ ഡ്രാമ ആഹാ. സേവനത്തിൻ്റെ പരിവർത്തനം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രഹ്മബാബയ്ക്ക് കുട്ടികളുടെ ബാക്ക് ബോൺ ആകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവ്യക്ത രൂപത്തിൽ ഫാസ്റ്റ് സേവനത്തിൻ്റെ പാർട്ട് അഭിനയിക്കുക തന്നെ വേണമായിരുന്നു. വിശേഷിച്ച് ഇന്ന് ഡബിൾ വിദേശികൾ വളരെ മധുരമായ പരാതികൾ നൽകിയിരിക്കുകയാണ്. ഡബിൾ ഫോറിനേഴ്സ് പരാതി നൽകിയോ? ഡബിൾ ഫോറിനേഴ്സ് ബ്രഹ്മബാബയോട് പറഞ്ഞു, കേവലം 2-3 വർഷം താങ്കൾ കാത്തുനിന്നുവെങ്കിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞേനെ. അപ്പോൾ ബ്രഹ്മബാബ തമാശയുടെ ഒരു കാര്യം പറഞ്ഞു. തമാശയുടേതാണ്. ഡ്രാമയോട് സംസാരിക്കൂ. ഡ്രാമ എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന്. എന്നാൽ ലാസ്റ്റ് സോ ഫാസ്റ്റിൻ്റെ ഈ എക്സാമ്പിൾ ആവുക തന്നെ വേണമായിരുന്നു, ഭാരതത്തിലായാലും വിദേശത്തായാലും. അതിനാൽ ഇപ്പോൾ ലാസ്റ്റ് സോ ഫാസ്റ്റിൻ്റെ പ്രത്യക്ഷ തെളിവ് കാണിക്കൂ. ഏതുപോലെ ഇന്ന് സമർത്ഥ ദിവസം ആഘോഷിച്ചുവോ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ദിവസവും സമർത്ഥ ദിവസം ആകട്ടെ. ഒരു പ്രകാരത്തിലുമുള്ള ചഞ്ചലത ഉണ്ടാകരുത്. ബ്രഹ്മബാബ ഇന്നത്തെ ദിവസം 3 വാക്കുകളിൽ ശിക്ഷണം നൽകി. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഈ 3 വാക്കുകളുടെ ശിക്ഷണ സ്വരൂപമാകൂ. മനസ്സ നിരാകാരി, വാച നിരഹങ്കാരി, കർമ്മണ നിർവികാരി. സെക്കൻഡിൽ സാകാര സ്വരൂപത്തിൽ വരൂ. സെക്കൻഡിൽ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ഈ അഭ്യാസം മുഴുവൻ ദിവസത്തിലും വീണ്ടും ചെയ്യൂ. കേവലം ഓർമ്മയിലിരിക്കുന്നതിൻ്റെ സമയത്ത് നിരാകാരി സ്റ്റേജിൽ സ്ഥിതി ചെയ്താൽ പോരാ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സമയം കണ്ടെത്തി ഈ ദേഹബോധത്തിൽ നിന്നും വേറിട്ട് നിരാകാരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഏതു കാര്യം ചെയ്യുകയാണെങ്കിലും കാര്യം ചെയ്യുമ്പോഴും ഈ അഭ്യാസം ചെയ്യൂ. ഞാൻ നിരാകാര ആത്മാവ് ഈ സാകാര കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരത്തിലൂടെ കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാകാരി സ്ഥിതി ചെയ്യിക്കുന്നതിൻ്റെ സ്ഥിതിയാണ്. കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്നവയാണ്, ആത്മാവ് ചെയ്യിക്കുന്നവനാണ്. അപ്പോൾ നിരാകാരി ആത്മസ്ഥിതിയിലൂടെ നിരാകാരിയായ ബാബയുടെ ഓർമ്മ സ്വതവേ തന്നെ വരുന്നു. ഇതുപോലെ ബാബ ചെയ്യിക്കുന്നവനാണ്, അതേപോലെ ഞാൻ ആത്മാവും ചെയ്യിക്കുന്നവനാണ്. അതിനാൽ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുകയില്ല, വേറിട്ടിരിക്കും. കാരണം കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങുന്നതിലൂടെ തന്നെയാണ് സമസ്യകൾ വരുന്നത്. മുഴുവൻ ദിവസത്തിലും ചെക്ക് ചെയ്യൂ.
ചെയ്യിക്കുന്ന ആത്മാവായി കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണോ? ശരി, ഇപ്പോൾ മുക്തി നേടിക്കൊടുക്കുന്നതിൻ്റെ മിഷനറി തീവ്രമാക്കൂ. ശരി, ഇത്തവണ ആരാണോ ഈ കൽപ്പത്തിൽ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. അപ്പോൾ പുതിയതായി വന്ന കുട്ടികൾക്ക് ബാപ്ദാദ വിശേഷിച്ച് സ്നേഹസ്മരണകൾ നൽകുകയാണ്. സമയത്തിന് തന്നെ ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയിൽ നിന്നുമുള്ള സമ്പത്തിൻ്റെ അധികാരിയായി മാറി. സദാ തൻ്റെ ഈ ഭാഗ്യത്തെ ഓർമ്മ വയ്ക്കണം. നമ്മൾ ബാബയെ തിരിച്ചറിഞ്ഞു. ശരി, ഡബിൾ ഫോറിനേഴ്സ് കൈ ഉയർത്തു. വളരെ നല്ലത്. ഡബിൾ ഫോറിനേഴ്സിനെ കുറിച്ച് ബാബ്ദാദ പറയുന്നു, ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിലൂടെ ജനിച്ചവരാണ്. ഒന്നാണ് ഡയറക്റ്റ് മുഖത്തിലൂടെയുള്ള വംശാവലി, രണ്ടാമത്തേതാണ് സങ്കല്പത്തിലൂടെയുള്ള വംശാവലി. സങ്കല്പശക്തി വളരെ മഹാനാണ്. ഏതുപോലെ സങ്കല്പശക്തി ഫാസ്റ്റാണോ അതേപോലെ തന്നെ താങ്കളുടെ രചനയായ ഡബിൾ ഫോറിനേഴ്സ് ഫാസ്റ്റ് പുരുഷാർത്ഥവും ഫാസ്റ്റ് പ്രാപ്തിയും അനുഭവിക്കുന്നവരാണ്. അതിനാൽ മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിലും ഡബിൾ ഫോറിനേഴ്സ് ഡബിൾ സിഖിലതയാണ്. ഭാരതത്തിലെ സഹോദരി സഹോദരന്മാർ താങ്കളെ കാണുമ്പോൾ സന്തോഷിക്കുന്നു. ആഹാ ഡബിൾ ഫോറിനേഴ്സ്, ആഹാ ഡബിൾ ഫോറിനേഴ്സിന് സന്തോഷമുണ്ടാകുന്നുവല്ലോ. എത്ര സന്തോഷമുണ്ട്! വളരെയധികമുണ്ടോ? നിങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഏതെങ്കിലും വസ്തുവേ ഇല്ല. ഡബിൾ ഫോറിനിലുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. നല്ലതാണ്. ഈ സയൻസിൻ്റെ സാധനങ്ങൾ താങ്കൾക്ക് പരിധിയില്ലാത്ത സേവനം ചെയ്യുന്നതിൽ വളരെയധികം കൂട്ടു നൽകും. സഹജമായി സേവനം ചെയ്യിക്കുകയും ചെയ്യും. താങ്കളുടെ സ്ഥാപനയുമായുള്ള കണക്ഷൻ കാരണം തന്നെയാണ് ഈ സയൻസിനും തീവ്രഗതി ഉണ്ടായത്. ശരി, എല്ലാ പാണ്ഡവരും സമർത്ഥമാണല്ലോ, ദുർബലമല്ല. എല്ലാവരും സമർത്ഥമാണോ? ശക്തികൾ ബാബയ്ക്ക് സമാനമാണോ? ശക്തി സേനയാണ്. ശക്തികളുടെ ശക്തി മായാജീത് ആക്കുന്ന ഒന്നാണ്. ശരി, ഇന്ന് വിശേഷിച്ച് അലങ്കാരം ചെയ്യുന്നവരും വന്നിരിക്കുകയാണ്. കൽക്കട്ടയിലെ സഹോദരി സഹോദരന്മാർ പുഷ്പങ്ങൾ കൊണ്ടുവന്നു. എല്ലാ സ്ഥാനവും പുഷ്പങ്ങൾ കൊണ്ട് വളരെ നന്നായി അലങ്കരിച്ചു. ഇതും സ്നേഹത്തിൻ്റെ അടയാളമാണ്. നല്ലതാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ തെളിവ് നൽകി. നല്ലത്. ടീച്ചേഴ്സ് കൈ ഉയർത്തു. ഓരോ ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് ധാരാളം വരുന്നു. ടീച്ചേഴ്സിന് നല്ല ചാൻസ് ലഭിക്കുന്നു. സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം ലഭിക്കുന്നു. നല്ലതാണ്. ഇപ്പോൾ തൻ്റെ ഫീച്ചേഴ്സിലൂടെ എല്ലാവരെയും ഫ്യൂച്ചറിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കൂ. കേട്ടുവോ എന്ത് ചെയ്യണമെന്ന്? ശരി, മധുബനിലുള്ളവർ കൈ ഉയർത്തു. വളരെ നല്ലത്. മധുബനിലുള്ളവർക്ക് വളരെയധികം ചാൻസ് ലഭിക്കുന്നു. അതിനാൽ ബാബ്ദാദ പറയുന്നു, മധുബനിലുള്ളവർ ആത്മീയ ചാൻസലേഴ്സാണ്. ചാൻസലർ ആണല്ലോ, സേവനം ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും എല്ലാവരെയും മധുബൻ നിവാസികൾ തൃപ്തമാക്കുന്നുവല്ലോ. അതിനാൽ ബാബ്ദാദ മധുബനിലുള്ളവരെ ഒരിക്കലും മറക്കുന്നില്ല. മധുബൻ നിവാസികളെ വിശേഷിച്ച് ഓർമ്മിക്കുന്നു. മധുബനിലുള്ളവരെ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നു? കാരണം മധുബനിലുള്ള മെജോറിറ്റിയും ബാബയോടുള്ള സ്നേഹത്തിൽ പാസ്സാണ്. മെജോറിറ്റിയുടെയും ബാബയോടുള്ള സ്നേഹം മുറിയാത്തതാണ്. മധുബനിലുള്ളവർ നിസ്സാരമല്ല, വളരെ നല്ലവരാണ്. ഇൻഡോർ സോണിലെ സേവാധാരികൾ വന്നിരിക്കുകയാണ്. ഇൻഡോർ സോണിലുള്ളവർ കൈ ഉയർത്തോ. വളരെയധികമുണ്ട്. നല്ലതാണ്. സേവനം ചെയ്യുക എന്നാൽ സമീപം വരുന്നതിൻ്റെ ഫലം കഴിക്കുക എന്നാണ്. സേവനത്തിൻ്റെ ചാൻസ് എടുക്കുക എന്നാൽ പുണ്യം ശേഖരിക്കുക എന്നാണ്. ആശീർവാദങ്ങൾ ശേഖരിക്കുക എന്നാണ്. അപ്പോൾ എല്ലാ സേവാധാരികളും താങ്കൾ തൻ്റെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിച്ചു. ഈ ആശീർവാദങ്ങളും പുണ്യവും എക്സ്ട്രാ ലിഫ്റ്റിൻ്റെ കാര്യം ചെയ്യുന്നു. ശരി, ദേശത്തും വിദേശത്തും
ആരെല്ലാം ദൂരെ ഇരിക്കുമ്പോഴും സമീപമായിരിക്കുന്നത് ആ എല്ലാ കുട്ടികൾക്കും ബാബ്ദാദ സ്നേഹത്തിൻ്റെ ദിവസത്തിൻ്റെ റിട്ടേണായി കോടി കോടി മടങ്ങ് സ്നേഹത്തിൻ്റെ സ്നേഹസ്മരണകൾ നൽകുകയാണ്. എവിടെ എത്ര മണിയാണ് എന്ന് ബാബ്ദാദ കാണുന്നു. എവിടെ ടൈം എത്രയായിരുന്നാലും ജ്വലിക്കുന്ന ജ്യോതി അക്ഷീണമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കുട്ടികളുടെ സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്നു. പറയൂ, എല്ലാവരും സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും അതേ ബാബ എന്ന് തല കുലുക്കുകയാണ്. ജനപുത്രിയും വളരെ മധുരമധുരമായി പുഞ്ചിരിക്കുകയാണ്. പൊതുവെ എല്ലാവരെയും ബാബയ്ക്ക് ഓർമ്മയുണ്ട്. എന്നാൽ എത്ര പേരുടെ പേര് പറയും? അനേകം കുട്ടികളുണ്ട്. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടിയും തൻ്റെ നാമത്തിൽ പേഴ്സണൽ സ്നേഹസ്മരണകൾ സ്വീകരിക്കുകയാണ്, സ്വീകരിച്ചുകൊണ്ടും ഇരിക്കണം. ശരി, ഇപ്പോൾ ഒരു സെക്കൻഡിൽ നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ലിവിങ് വാല്യൂസിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സേവനത്തിൻ്റെ ഉപാധിയാണ്. ലിവിങ് വാല്യൂസ് ചെയ്യിച്ച് തൻ്റെ ലവ്ലി ലിവിങ്ങിൻ്റെ അഭ്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ശരി, ബാബ്ദാദ ഇന്ന് ഒരു കാര്യം ഗുൽസാർ പുത്രിയോട് പറയുകയായിരുന്നു, വിശേഷ ആശംസകൾ നൽകുകയായിരുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ സേവനം പോലെ ഈ രഥവും 33 വർഷം പൂർത്തിയാക്കി. ഇതും ഡ്രാമയിലെ പാർട്ടാണ്. ബാബയുടെ സഹായവും പുത്രിയുടെ ധൈര്യവും രണ്ടും ഒരുമിച്ച് പാർട്ട് അഭിനയിക്കുന്നു. ശരി, സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുന്ന, സദാ സ്നേഹത്തിൽ ലീനമായിരിക്കുന്നവർക്ക്, സദാ ജയിക്കുന്നവനായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക്, സദാ 3 വാക്കുകളുടെ ശിവമന്ത്രത്തെ പ്രത്യക്ഷ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക്, സദാ ബാബയ്ക്ക് സമാനം മാസ്റ്റർ മുക്തിദാതാവായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് മുക്തി നേടിക്കൊടുക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള സർവശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിജിയോട് ഇന്നത്തെ ദിവസം ബാബ കുട്ടികളെ വിശേഷിച്ച് വിശ്വത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാക്കി. ബാബ ചെയ്യിക്കുന്നവനായി കുട്ടികളെ ചെയ്യുന്നവരാക്കി. നല്ലതാണ്. ഈ സ്നേഹത്തിൻ്റെ അലകൾ എല്ലാവരെയും ലയിപ്പിക്കുന്നു. നല്ലത്. ശരീരത്തെ കൊണ്ടുപോകുന്നതിനുള്ള വിധി മനസ്സിലായി കഴിഞ്ഞുവല്ലോ. കൊണ്ടുപോയി ബാബയ്ക്ക് സമാനം അവ്യക്തമായി മാറും. സഹജ പുരുഷാർത്ഥമാണ് ആശീർവാദങ്ങൾ. മുഴുവൻ ദിവസത്തിലും ആരും അതൃപ്തമാകരുത്. ആശീർവാദങ്ങൾ ലഭിക്കണം. ഇതാണ് ഫസ്റ്റ് ക്ലാസ് പുരുഷാർത്ഥം. സഹജവുമാണ്, ഫസ്റ്റുമാണ്. ശരിയാണല്ലോ. ശരീരം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എന്നാൽ ആത്മാവ് ശക്തിശാലിയാണല്ലോ. നിങ്ങൾ എല്ലാ കുട്ടികളും 14 വർഷം തപസ്യ ചെയ്തു. ആ തപസ്യയുടെ ബലം സേവനം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ വളരെ പേർ താങ്കളുടെ സഹചാരികളായി കഴിഞ്ഞു. നല്ല നല്ല സേവനത്തിൻ്റെ സഹചാരികളാണ്. താങ്കളെ കണ്ട് സന്തോഷിക്കുന്നു. ഇത് തന്നെ ധാരാളം. ശരിയാണല്ലോ. മുതിർന്ന സഹോദരന്മാരോട് ഡ്രാമയനുസരിച്ച് ഏതൊരു സേവനത്തിൻ്റെ പ്ലാൻ തയ്യാറാകുന്നുവോ അത് നന്നായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും സദാ സംഘടനയിൽ സ്നേഹവും ആശീർവാദങ്ങളും നേടുന്നതിനു വേണ്ടി ബാലകനും അധികാരിയുമാണ് എന്ന പാഠം ഉറപ്പിച്ച് അന്യോന്യം മുന്നോട്ട് കൊണ്ടുപോയി പരസ്പരം വിചാരങ്ങൾക്ക് ബഹുമാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സഫലത തന്നെ സഫലതയാണ്. സഫലത ഉണ്ടാവുക തന്നെ വേണം. എന്നാൽ ഇപ്പോൾ ആരാണോ നിമിത്ത ആത്മാക്കൾ, അവർ വിശേഷിച്ച് സ്നേഹത്തിൻ്റെ സംബന്ധത്തിൽ വരണം. എല്ലാവരുടെയും ഈ പുരുഷാർത്ഥത്തെ തീവ്രമാക്കണം. സ്നേഹം, നിസ്വാർത്ഥ സ്നേഹം. എവിടെ നിസ്വാർത്ഥ സ്നേഹമുണ്ടോ അങ്ങനെയുള്ളവർ ബഹുമാനം നൽകുകയും ചെയ്യും, നേടുകയും ചെയ്യും.
വർത്തമാന സമയത്ത് സ്നേഹത്തിൻ്റെ മാലയിൽ എല്ലാവരെയും കോർക്കണം. ഇതുതന്നെയാണ് വിശേഷ ആത്മാക്കളുടെ കാര്യം. ഇതിലൂടെ തന്നെ സ്നേഹത്തിന് സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്താനും സാധിക്കുന്നു. ജ്ഞാനം ഓരോരുത്തരുടെയും അടുക്കലുണ്ട്. എന്നാൽ സ്നേഹത്തിന് എങ്ങനെയുള്ള സംസ്കാരമുള്ളവരെയും സമീപം കൊണ്ടുവരാൻ സാധിക്കും? കേവലം സ്നേഹത്തിൻ്റെ 2 വാക്കുകൾക്ക് സദാകാലത്തേക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആശ്രയമാകാൻ സാധിക്കും. നിസ്വാർത്ഥ സ്നേഹം ഏറ്റവും വേഗത്തിൽ മാല തയ്യാറാക്കിക്കും. ബ്രഹ്മബാബ എന്താണ് ചെയ്തത്? സ്നേഹത്തോടെ തൻ്റേതാക്കി മാറ്റി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ആവശ്യകതയുണ്ട്. ഇങ്ങനെയാണല്ലോ. സോനിപട്ടിലേക്ക് വേണ്ടി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അനുഭൂതി ഉണ്ടാക്കിക്കുന്നതിനായി സാധനങ്ങളുടെ ഉപയോഗം എങ്ങനെ ചെയ്യട്ടെ? ആ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഏതൊരു സങ്കല്പ വിചാരങ്ങൾ വിശേഷിച്ച് മെജോറിറ്റിയും സ്വീകരിക്കുന്നോ അത് ഉണ്ടാക്കൂ. അനുഭൂതി ഉണ്ടാക്കിക്കാൻ സാധിക്കുന്നത് അനുഭൂതി സ്വരൂപം ആകുമ്പോഴാണ്. ശരി. വരദാനം: ദൃഢതയുടെ ശക്തിയിലൂടെ സഫലത പ്രാപ്തമാക്കുന്ന ത്രികാലദർശി ആസനധാരിയായി ഭവിക്കട്ടെ. ദൃഢതയുടെ ശക്തി ശ്രേഷ്ഠ ശക്തിയാണ്. അത് അലക്ഷ്യത്തിൻ്റെ ശക്തിയെ സഹജമായി പരിവർത്തനപ്പെടുത്തുന്നു. ബാബ്ദാദയുടെ വരദാനമാണ്: എവിടെ ദൃഢതയുണ്ടോ അവിടെ സഫലത ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. കേവലം എങ്ങനെയുള്ള സമയമാണോ അങ്ങനെയുള്ള വിധിയിലൂടെ സിദ്ധി സ്വരൂപമാകൂ. ഏതൊരു കർമ്മം ചെയ്യുന്നതിനു മുമ്പും അതിൻ്റെ ആദ്യ മധ്യ അന്ത്യത്തെ ചിന്തിച്ച് മനസ്സിലാക്കി കാര്യം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യൂ. അതായത് ത്രികാലദർശി ആസനധാരിയാകൂ. അപ്പോൾ അലക്ഷ്യം സമാപ്തമാകും. സങ്കല്പമാകുന്ന ബീജം ശക്തിശാലിയും ദൃഢതാസമ്പന്നവുമാകണം. അപ്പോൾ വാണിയിലും കർമ്മത്തിലും സഹജമായി സഫലത ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. സ്ലോഗൻ: സദാ സന്തുഷ്ടമായിരുന്ന് സർവരെയും സന്തുഷ്ടമാക്കുന്നവർ തന്നെയാണ് സന്തുഷ്ടമണി. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന
വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.